നമസ്കാരം. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വരികയാണ്. കേസിൽ സംസ്ഥാന DGPയോട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR, ആ FIR-ന്മേൽ ഇതുവരെ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഇതെല്ലാം വിശദമായി റിപ്പോർട്ട് ചെയ്യാനാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇപ്പോൾ സംസ്ഥാനത്തെ DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രംഗത്ത് സുതാര്യത, അതായത് ടെലിവിഷൻ റേറ്റിംഗ് രംഗത്ത് സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാനുള്ള കർശനമായ നടപടികൾ ഉണ്ടാകും എന്ന് കേന്ദ്ര മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ലോക്സഭയിൽ പാർലമെന്റ് അംഗങ്ങളെ അറിയിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള K സുധാകരൻ, അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് എന്നീ 2 MP-മാർ ലോക്സഭയിൽ ഉന്നയിച്ച 5 ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇന്ന് കേന്ദ്രമന്ത്രി ലോക്സഭയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത്. ആ മറുപടിയിലാണ് ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ കൃത്യമായ നടപടി, കർശനമായ നടപടിക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയുള്ളത്. കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലായ റിപ്പോർട്ടർ TVക്കെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം മാസങ്ങൾക്ക് മുമ്പ് വന്നത്. അതായത് ഈ ആരോപണം മറ്റൊരു ടെലിവിഷൻ ചാനൽ തന്നെയാണ്, 24 ന്യൂസ് തന്നെയാണ് ഈ ആരോപണം പുറത്തു കൊണ്ടുവന്നത്. അതായത് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ വശീകരിച്ചുകൊണ്ട്, ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ 100 കണക്കിന് കോടി രൂപ കോഴ കൊടുത്തുകൊണ്ട് കൃത്രിമമായ വ്യാജ റേറ്റിംഗ് ഉണ്ടാക്കിയെന്നാണ് ഈ റിപ്പോർട്ടർ TV ഉടമസ്ഥനെതിരെ 24 ന്യൂസ് ഉന്നയിച്ച ആരോപണം. അതായത് ഈ വ്യാജ റേറ്റിംഗ് ഉണ്ടാക്കിയെന്നതിന് അപ്പുറം മറ്റു ചാനലുകളുടെ റേറ്റിംഗ് ഇടിക്കാനുള്ള ശ്രമവും നടന്നു എന്നുള്ളതാണ്. അതായത് ടെലിവിഷൻ വാർത്താ മാധ്യമ രംഗത്ത് വലിയ രീതിയിലുള്ള മത്സരമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി തന്നെ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത് വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസാണ്. എന്നാൽ ആ ഏഷ്യാനെറ്റ് ന്യൂസിനെ കടത്തിവെട്ടാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഒരു ന്യൂസ് ചാനലുകൾക്കും സാധിച്ചിരുന്നില്ല. പക്ഷേ 24 ന്യൂസും അതുപോലെ തന്നെ റിപ്പോർട്ടർ TVയും ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റിന് ഭീഷണിയാകും എന്ന രീതിയിലുള്ള ഒരു പ്രകടനം ബാർക്ക് റേറ്റിംഗിൽ കാഴ്ചവെച്ചിരുന്നു. അതിൽ ഏറ്റവും അടുത്ത കാലത്തായി റിപ്പോർട്ടർ TVയാണ് വൻ മുന്നേറ്റം ബാർക്ക് റേറ്റിംഗിൽ നടത്തിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റിനെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി റിപ്പോർട്ടർ TV 1-ാം സ്ഥാനത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ 2-ാം സ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ TV തുടരുകയുമാണ്. ഈ റേറ്റിംഗ് വ്യാജമാണ് എന്നാണ് 24 ന്യൂസ് ആരോപിച്ചത്. ആ ആരോപണത്തിനുള്ള തെളിവുകളും അന്ന് 24 ന്യൂസ് പുറത്തുവിട്ടിരുന്നു. വിശദമായ തെളിവുകൾ സംസ്ഥാന പോലീസിനും മുഖ്യമന്ത്രിക്കുമൊക്കെ കൈമാറിയിരുന്നു. ആ കേസിലാണ് FIR രജിസ്റ്റർ ചെയ്ത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ബാർക്ക് റേറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വാർത്താ ചാനലുകളുടെയും മറ്റ് ടെലിവിഷൻ ചാനലുകളുടെയും എല്ലാം വിപണി മൂല്യം, അതായത് ഈ പരസ്യ രംഗത്തെ ഒരു വരുമാനവുമൊക്കെ നിശ്ചയിക്കുന്ന ഒരു ബാർക്ക് റേറ്റിംഗ് ആണിത്. ഈ ബാർക്ക് റേറ്റിംഗിലാണ് കൃത്രിമം നടത്താനായി പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനൽ ശ്രമിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്ത അന്ന് പുറത്തു വന്നത്. ആ വാർത്തയിന്മേലാണ് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചന കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.